ഒരിക്കൽ ഞാനൊരു കവലയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ ആ കവലയിലൊരു ചെറിയ ചായക്കട നടത്തുന്നുണ്ടായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു. കവലപ്രസംഗത്തിന് ശേഷം വേർത്തൊലിച്ച് ഞങ്ങൾ 4 പേരൊരു ചായ കുടിക്കാൻ അതേ ചായക്കടയിലേക്ക് കയറിയപ്പോൾ ചായ കൊണ്ടുവരുന്ന പയ്യൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, താൻ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, താൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ ചായനെ അങ്ങനെ ചോദിച്ചു. തൻ്റെ ആവേശം കണ്ടിട്ട് താൻ ദൈവത്തെ കണ്ടിട്ട് വരുന്ന പോലെ തോന്നി. ഞാൻ തിരിച്ചൊരു ചോദ്യം, ദൈവത്തെ എങ്ങനെ കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കും? നിങ്ങളുടെ മനസ്സിലെ ചിത്രം എന്നോടൊന്ന് പറയാമോ? ദൈവത്തെ എങ്ങനെ കണ്ടാൽ നിങ്ങൾ അംഗീകരിക്കും? അദ്ദേഹം യുക്തി ചിന്തയുള്ള മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്നില്ല, ഉപദേശിമാരോട് വർത്തമാനം പറയാതിരിക്കുകയാണ് നല്ലതെന്ന് ഞാൻ പണ്ടേ ചിന്തിച്ചിട്ടുള്ളതാണ്. നീ എൻ്റെ കൂടെ പഠിച്ചതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഏതായാലും നീ സംസാരിച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ദൈവത്തെ ഞാൻ കണ്ടാൽ പിന്നെ ഞാനായിരിക്കും ദൈവം. മനസ്സിലായില്ല? സൂര്യനെ അടുത്ത് കാണാൻ തൻ്റെ ഇടമുള്ള ആരും ഇവിടെ ഇല്ല. സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തെ ഞാൻ കണ്ടാൽ പിന്നെ ഞാനാരാ? അപ്പം ദൈവത്തെ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ഒതുങ്ങുന്ന ഒരു ചിത്രത്തിലല്ല നാം കാണേണ്ടത്. മനുഷ്യർക്ക് നിർമ്മിക്കാവുന്നതോ മനുഷ്യർക്ക് തൊടാവുന്നതോ സമീപിക്കാവുന്നതുമായ ഒരു രൂപമല്ല ദൈവത്തിന്. ദൈവം അതിലൊക്കെ വലിയവനാണ്. ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം വലിയവനാണ്. ദൈവമുണ്ടെങ്കിൽ ആ ദൈവം നീതിമാനാണ്. ദൈവമുണ്ടെങ്കിൽ ആ ദൈവം കരുണയുള്ളവനാണ്, വിശ്വസ്തനാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സകലത്തെയും നിർമ്മിച്ചവനാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്. അല്ല എങ്കിൽ ആ ദൈവത്തെ നമുക്ക് ദൈവമായിട്ട് കാണാൻ പറ്റില്ല. പിന്നെ വെറുതെ മതഭ്രാന്ത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ദൈവം എന്ന ചിന്ത വളരെ വിശാലതയുള്ളതാണ്. ദൈവമെന്ന ചിന്ത വളരെ വിശാലതയുള്ളതാണ്. പക്ഷേ ഇതൊക്കെ ഒന്ന് ഓർക്കാനും ഇതൊക്കെ ഒന്ന് ചിന്തിക്കാനും നമുക്ക് സമയം വേണ്ടേ? സുഹൃത്തുക്കളെ, സന്തോഷ സമയത്തേക്കാൾ മനുഷ്യൻ്റെ അകക്കണ്ണുകൾ തുറന്നിരിക്കുന്നത് ദുഃഖവേളയിലാണ്. സന്തോഷ സമയത്ത് പലപ്പോഴും നമ്മൾ അന്ധന്മാരായി പോകും. ആവേശവും സന്തോഷവും ആഹ്ലാദവും ഉല്ലാസവും ആഘോഷവുമുള്ളപ്പോൾ നമ്മുടെ അകക്കണ്ണുകൾ അന്ധമായി പോകും. എന്നാൽ ദുഃഖത്തിൻ്റെ സമയത്ത് നമ്മുടെ ഉള്ളിൽ പ്രകാശമുണ്ടാകും. പലപ്പോഴും വലിയ കണ്ടുപിടുത്തങ്ങളും വലിയ നേട്ടങ്ങളുമൊക്കെ ലോകത്തിന് സമ്മാനിച്ചവരൊക്കെ തീവ്രമായ ദുഃഖങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ്. ബൈബിളിലെ അതിപുരാതനമായ ഒരു കവിത ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഉദ്ധരിക്കട്ടെ. അത് ഇപ്രകാരമാണ്: കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ
നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഈ മനുഷ്യൻ തൻ്റെ സ്വന്തം സഹോദരൻ്റെ ശവപ്പെട്ടിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ പാട്ടുപാടിയതെന്നാണ് വേദശാസ്ത്രികൾ പറയുന്നത്. തൻ്റെ ഒരു വലങ്കൈക്ക് തുല്യമായിരുന്നു തൻ്റെ ജ്യേഷ്ഠൻ. അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ മനുഷ്യനെ വല്ലാതെ തളർത്തി. ആ സമയം ആർക്കും തന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുകയില്ല. ആ സമയത്ത് താൻ ദൈവത്തെങ്കിലേക്ക് ഒന്നുകൂടെ നോക്കി. താനൊരു ദൈവപുരുഷനാണ്, ദൈവ മനുഷ്യനാണ്, ദൈവിക ശുശ്രൂഷകനാണ്. തൻ്റെ പേര് മോശെ എന്നാണ്. അദ്ദേഹം മനോഹരമായ ഒരു കവിത ആ തീവ്ര ദുഃഖത്തിന് നടുവിൽ എഴുതി. ആ കവിതയുടെ തുടക്കം ഇങ്ങനെയാണ്: കർത്താവേ, നീ മാത്രമേ മാറാതെ നിൽക്കുന്നുള്ളൂ. ഒരു തലമുറ വരുന്നു, ആ തലമുറ പോകുന്നു. അടുത്ത തലമുറ വരുന്നു, അതും പോകുന്നു. എന്നാൽ നീ മാറുന്നില്ല. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ പിതാക്കന്മാർ പോയില്ലേ? നമ്മളും അധികം വൈകാതെ ഇവിടുന്ന് പോകൂലേ? ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും മനുഷ്യൻ ചിന്തിക്കുന്നില്ല. അവൻ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിക്കുവാനുള്ള ബദ്ധപ്പാടിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. പണം ഉണ്ടാക്കണം, അതാണ് ഒരു പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ അവൻ പലതും ശ്രദ്ധിക്കാൻ മറന്നുപോകുന്നു. എന്നാൽ ജ്യേഷ്ഠന്റെ മരണസമയത്ത് മോശെ ഒരു സത്യം മനസ്സിലാക്കി: എല്ലാവരും മാറിപ്പോകും. അപ്പനും പോകും, അമ്മയും പോകും, പെങ്ങൾ പോകും, ജ്യേഷ്ഠൻ പോകും, ചിലപ്പോൾ ഭർത്താവ് പോകും, ഭാര്യ പോകും, മക്കൾ പോകും, അപ്പൻ പോകും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പോയവരാരും തിരിച്ചു വന്നിട്ടുമില്ല. കർത്താവേ, നീ മാത്രം മാറാത്തവൻ. അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നു: പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപേ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. തൻ്റെ കണ്ണുകൾ കുറെ കൂടി അപ്പുറത്തേക്ക് പോയി. പർവ്വതങ്ങൾക്ക് ആയുസ് കൂടുതലുണ്ട്. അപ്പൻ്റെ 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 കാലം മുതൽ പർവ്വതങ്ങൾ അവിടെയുണ്ട്. ഭൂമി എവിടെയുണ്ട്, അതിന് മാറ്റമില്ല. മനുഷ്യർ മാറിപ്പോകുന്നേ ഉള്ളൂ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം പോയി. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപേ നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. അപ്പോൾ താൻ സൃഷ്ടാവിലേക്കാണ് കണ്ണുയർത്തുന്നത്. ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും പുറകിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന ചിന്തയാണ് ഈ കവിത നമ്മുടെ ഉള്ളിലേക്ക് തരുന്നത്.
പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ആകാശത്തെയും ഭൂമിയെയും ദൃശ്യമായതിനെയും അദൃശ്യമായതിനെയും എല്ലാം നിർമ്മിച്ചു പരിപാലിക്കുന്ന മഹാദൈവത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടാണ് ഈ കവിത നമുക്ക് തരുന്നത്. താൻ അവിടെ നിന്ന് വീണ്ടും താഴേക്കിറങ്ങി താൻ വീണ്ടും ഇങ്ങനെ പാടുകയാണ്: നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. താൻ മനുഷ്യൻ എന്ന വിഷയത്തിലേക്ക് വന്നു. മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. ഞാൻ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ പിറവത്തേക്ക് മടങ്ങിപ്പോകും. അതിൻ്റെ കാരണം ഞാൻ പിറവത്തു നിന്നാണ് വന്നത്. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു എന്ന് എഴുതിയപ്പോൾ മനുഷ്യനെ പൊടിയിൽ നിന്നാണ് ഉരുവാക്കിയതെന്നുള്ള അതിമഹത്തായ സന്ദേശവും ഈ കവിതയ്ക്കകത്ത് ഉണ്ട്. സുഹൃത്തുക്കളെ, മനുഷ്യൻ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ 150 രൂപ മുടക്കാമോ? ഒരു ലളിതമായ ബൈബിൾ വാങ്ങുക. അതിനകത്തുണ്ട് മനുഷ്യൻ എവിടെ നിന്ന് വന്നു എന്ന്. മനുഷ്യൻ എവിടെ നിന്ന് വന്നു എന്ന് കണ്ടുപിടിക്കാൻ ലക്ഷങ്ങൾ മുടക്കണ്ട, യൂണിവേഴ്സിറ്റികളിൽ പോകണ്ട, ഒരു ബൈബിൾ വാങ്ങിയാൽ മതി. അതിനകത്ത് പറയുന്നുണ്ട് മനുഷ്യൻ എവിടെ നിന്ന് വന്നു എന്ന്. വിശുദ്ധ ബൈബിൾ സംശയലേശമന്യേ ആധികാരികമായി പറയുന്നു, ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. മനുഷ്യൻ മറ്റെല്ലാറ്റിൽ നിന്നും വ്യത്യസ്തനാണ്. മനുഷ്യ സൃഷ്ടിയെപ്പറ്റി നിങ്ങളോട് പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. വിശുദ്ധ ബൈബിൾ മനുഷ്യ സൃഷ്ടിയെപ്പറ്റി വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ കാര്യം ഒറ്റ സെന്റൻസിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. മനുഷ്യനെ നിർമ്മിച്ചത് വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നു. എന്താണ് മനുഷ്യന്റെ പ്രത്യേകത? ഒന്ന്, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വീണ്ടും ഈ തിരുവെഴുത്ത് ധ്യാനിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നു, ദൈവത്തിന്റെ കൈവിരലുകൾ കൊണ്ടാണ് മനുഷ്യനെ നിർമ്മിച്ചത്. ബാക്കിയെല്ലാം വാക്കുകൾ കൊണ്ട് നിർമ്മിച്ചു. വീണ്ടും മനുഷ്യനിൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവുള്ളൂ, ദൈവത്തിന്റെ ശ്വാസമുള്ളൂ, ദൈവത്തിന്റെ അംശം മനുഷ്യനിൽ ഉണ്ട്. തീർന്നില്ല, മനുഷ്യന് മാത്രമേ ദൈവം തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തുള്ളൂ, ഇച്ഛാശക്തി കൊടുത്തുള്ളൂ. തീർന്നില്ല, മനുഷ്യന് മാത്രമേ ദൈവമെന്ന ചിന്ത ഉള്ളിലുള്ളൂ. മനുഷ്യൻ എവിടെയുണ്ടോ അവിടെയെല്ലാം ഏതെങ്കിലും ഒരു ദൈവസങ്കല്പമുണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ പ്രത്യേകത വളരെ 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 വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തീർന്നില്ല,
8-ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? ഇതും മറ്റൊരു കവിതയാണ്. ഈ കവിത എഴുതിയത് രാത്രിയിലാണെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ, ആകാശത്തിലേക്ക് നോക്കിയാൽ ചന്ദ്രനും നക്ഷത്രങ്ങളും കാണണമെങ്കിൽ മിക്കവാറും രാത്രികാലമായിരിക്കണം. രാത്രിയിൽ വീടിന് പുറത്തിറങ്ങി മേലോട്ട് നോക്കേണ്ടി വന്നത് എന്തോ മാനസിക സംഘർഷം ഉണ്ടായപ്പോഴാ, എന്തോ സ്വകാര്യ ദുഃഖം ഉണ്ടായപ്പോഴാ, എന്തോ താങ്ങാൻ പറ്റാത്ത വേദന മനസ്സിന് തട്ടിയപ്പോഴായിരിക്കും ഈ ഭക്തൻ മുകളിലേക്ക് നോക്കിയത്. അപ്പോൾ താൻ ഇങ്ങനെ കവിത എഴുതി, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? ദൈവഭക്തന്മാർക്ക് വേണ്ടി ഒരു ദൂത് ഇതിനകത്തുണ്ട്. നമുക്കെല്ലാം സ്വകാര്യ ദുഃഖങ്ങളുള്ളവരാണ്. നാം നമ്മുടെ കൊച്ചു ലോകത്തിലാണ് ജീവിക്കുന്നത്. നമുക്കൊരു ചെറിയ ലോകമുണ്ട്, ചെറിയ ലോകം, ചെറിയ സ്വപ്നങ്ങൾ, ചെറിയ നൊമ്പരങ്ങൾ, സ്വകാര്യ വിഷമങ്ങൾ. ഇതൊക്കെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. ചിലപ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് ഡിപ്രഷനായി പോകും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ മനുഷ്യൻ മുകളിലേക്ക് നോക്കിയപ്പോൾ വലിയവനായ ദൈവത്തിന്റെ വലിയ പ്രവർത്തികളെ കണ്ടു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എന്റെ ദൈവമേ, ഇതെല്ലാം നിയന്ത്രിക്കുന്ന നീ എന്നെ ഓർക്കുവാൻ ഞാൻ എന്തുള്ളൂ? എന്റെ പ്രിയരെ, ദൈവം വലിയവനാണ്. എന്നിട്ടും നിന്റെ ചെറിയ കാര്യത്തിൽ അവൻ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രദ്ധിച്ചില്ലേ? നിന്റെ കൊച്ചു പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തന്നില്ലേ? ഈ വലിയ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന വലിയ ദൈവം, കാക്കയുടെ കരച്ചിലിന് പോലും ഉത്തരം കൊടുക്കുന്ന ദൈവം, സിംഹത്തിന്റെ കുട്ടിയുടെ നിലവിളി കേൾക്കുന്ന ദൈവം, നിന്റെ കിടക്കയുടെ അടുക്കൽ മുട്ടുകുത്തി കരഞ്ഞപ്പോൾ നിനക്ക് മാത്രമായിട്ടൊരു മറുപടി തരുവാൻ ഈ ദൈവം എത്രയോ പ്രാവശ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? ഇന്ന് രാത്രി ഇവിടെയുള്ള ഭക്തന്മാരോട് ഞാൻ ചോദിക്കുന്നു, ദൈവം എന്നെ ഓർത്തു എന്ന് പറയാവുന്ന ഏതെങ്കിലും സന്ദർഭങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ? ദൈവം എന്നെ ഓർത്തു, ദൈവം എന്നെ ഓർത്തു, ദൈവം എന്നോട് കരുണ കാണിച്ചു എന്ന് പറയാൻ നിങ്ങൾക്കൊരു സംഭവം ഓർമ്മയുണ്ടെങ്കിൽ ആ കൈയൊന്ന് ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം അല്പം കൂടെ വലുതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എനിക്കറിയാം, എവിടെ വെച്ച് കണ്ടാലും അറിയാം. കാരണം കോവിഡ് വാക്സിന്റെ സർട്ടിഫിക്കറ്റ് പോലും ഫോട്ടോയുണ്ട്, പെട്രോൾ പമ്പിലുണ്ട്. എനിക്ക് നല്ല പരിചയം. എനിക്ക് എൻ്റെ അപ്പച്ചൻ്റെ ഫോട്ടോ 2 പ്രാവശ്യം നോക്കണം, കാരണം ഒത്തിരി നാളായി ഇപ്പോൾ കണ്ടിട്ട്. പക്ഷേ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മുഖം നല്ല ഓർമ്മയാണ്. പക്ഷേ അദ്ദേഹത്തിന് എന്നെ അറിയില്ല, അദ്ദേഹത്തിന് എന്നെ അറിയില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ അദ്ദേഹത്തിന് എന്നെ അറിയില്ല. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഞങ്ങളുടെ പിറവത്തെ MLA പിറവം ടൗണിലൂടെ കടകളിൽ കിടന്ന്
എല്ലാം നോട്ടീസ് കൊടുക്കുന്ന കൂട്ടത്തിലുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു കടയിൽ നിൽക്കുക. MLA ആണല്ലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നോക്കി നിന്നപ്പോൾ അതേ അവിടെ നിന്ന് കൈപൊക്കി കാണിച്ചു. അപ്പം ഞാൻ എന്നെ ആയിരിക്കില്ല, കാരണം എനിക്ക് രാഷ്ട്രീയമില്ലല്ലോ, ഞങ്ങൾ പരിചയമില്ല. അപ്പം ഞാൻ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും കൈപൊക്കി കാണിച്ചു. 1 മിനിറ്റ് നിൽക്കണമെന്ന് പറഞ്ഞു. വലിയ കാര്യമൊന്നുമില്ലെങ്കിൽ ഒരു സന്തോഷം തോന്നി. എന്നെ അറിയുമല്ലേ, ഏതാണ്ട് ഒരു സാധനം അകത്തുനിന്ന് ഇങ്ങനെ ഒന്ന് കയറി വന്നു. ഞാൻ അവിടെ തന്നെ നിന്നു. നമുക്കൊരു ഗവയല്ലേ, അപ്പോൾ എല്ലാവരും കാണുമ്പോൾ പുള്ളി അവിടെ നിന്ന് ഇപ്പറേ വന്നു. എപ്പോഴാണ് വീട്ടിൽ കാണുന്നത്, എനിക്കൊന്ന് കാണണം. ഇത് പോരെ ഒരു മനുഷ്യർ, ഇങ്ങനെ ഒരു മന്ത്രിയോ വല്ലോ പറഞ്ഞാൽ പിന്നെ എന്നാ വേണം? ഒരു പ്രയോജനമില്ല. അത് ഇലക്ഷൻ്റെ സമയമായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ MLA നല്ല മനുഷ്യനാണ്, അമ്പോറ്റി മനുഷ്യനാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ടൊന്നും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം പറയുന്നത് ഇവിടെ ഇരിക്കുന്നവരോടാണ്, പക്ഷേ എൻ്റെ പ്രസംഗം ഈ ദേശത്തോടാണ്. 800-ലധികം കോടി മനുഷ്യരുടെ മുഴുവനും നിലവിളി കേൾക്കേണ്ട ദൈവം, കോടാനുകോടി പക്ഷികളുടെ കരച്ചിൽ കേൾക്കേണ്ട ദൈവം, ഈ കോടാനുകോടി നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവം, എൻ്റെ കൊച്ചു പ്രാർത്ഥന കേൾക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കും? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. കോവിഡൊക്കെ കഴിഞ്ഞ ആദ്യത്തെ യോഗല്ലേ, ആഘോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചോളം. ഇന്നാണ് മഴ വന്നേച്ച് മാറിപ്പോയതാ, അതുകൊണ്ട് ഈ ചാൻസ് വിലപ്പെട്ടതാണ്. നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? അവൻ നിന്നെ ഓർത്താൽ അവൻ നിന്നെ സന്ദർശിക്കും. അവൻ ഓർക്കും, അവൻ സന്ദർശിക്കും. ഓർക്കുന്നത് വേറെ, സന്ദർശിക്കുന്നത് വേറെ. ഞാൻ ഈ പറയപ്പെട്ട ലീഡേഴ്സ് നമ്മെ ഓർത്തിട്ട് നമ്മളെ ഒന്ന് വിസിറ്റ് ചെയ്താലോ? സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ വിസിറ്റ് ചെയ്യാന്നല്ലേ, വീട്ടിൽ വരിക എന്നല്ലേ. ദൈവം സാറയെ ഓർത്തു, ദൈവം സാറയെ സന്ദർശിച്ചു. ദൈവം നോഹയെ ഓർത്തു, ദൈവം നോഹയെ സന്ദർശിച്ചു. എന്റെ ദൈവം നിന്നെ ഓർത്തെങ്കിൽ നിന്നെ സന്ദർശിക്കാതിരിക്കത്തില്ല. ദൈവം സന്ദർശിച്ചതിൻ്റെ എന്തെങ്കിലും മെച്ചമാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇത്ര നല്ലവനാം പ്രിയനേ, ഇതരയിൽ രുചിച്ചറിവാൻ. കേരളത്തിലെ പ്രസിദ്ധനായ ഗായകൻ ഇവിടെയുണ്ട്, പ്ലീസ്. ഇത്ര നല്ലവനാ പ്രിയനേ, ഇധരയിൽ രുചിച്ചറിയാൻ. ഇത്ര നല്ലവനാ പ്രിയനേ, ഇധരയിൽ രുചിച്ചറിയാൻ. ഇടയായതിനാൽ വരെയും എനിക്കെന്നും താൻ മതിയാ. ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എന്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും. എന്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും.
ചുമക്കും എന്നും താങ്ങിയനെ നടത്തും കർത്തൻ താൻ കരത്താൽ നീർ തുണയ്ക്കും കാത്തുപാലിക്കും എന്നെ നിത്യം കർത്തൻ താൻ കരത്താൽ നീർ തുണയ്ക്കും കാത്തുപാലിക്കും എന്നെ നിത്യം എന്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും എന്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ 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 ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ആമേൻ. ഒരു കൊച്ചു ദുഃഖം മനസ്സിനെ തളർത്തിയപ്പോൾ ഭക്തനായ ദാവീദ് കൊട്ടാരം വിട്ട് മുറ്റത്തിറങ്ങി, വീട് വിട്ട് മുറ്റത്തിറങ്ങി, മുകളിലേക്ക് നോക്കി. നമ്മുടെ കാഴ്ചപ്പാടുകൾ ചെറുതാകുമ്പോഴാണ് ദുഃഖം വലുതാകുന്നത്. നമ്മുടെ കാഴ്ചപ്പാടുകൾ ചെറുതാകുമ്പോഴാണ് ദുഃഖം വലുതാകുന്നത്. ഉക്രൈനിലെ ദുഃഖം നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ആരോ അവിടെ പഠിക്കുന്നുണ്ട്. റഷ്യയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരോ അവിടെ പഠിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്കതൊരു വാർത്തയാണ്. ഉക്രൈനിലെ ആളുകൾ 1-2 ബാഗ് തോളയിലിട്ട് നടക്കുകയാണ്. ഏതെങ്കിലും നാട്ടിൽ ചെന്ന് ചേക്ക് കയറാൻ 1 കിലോമീറ്റർ നടക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് സ്കൂട്ടറുണ്ട്, നമുക്ക് കൈനറ്റിക് ഹോണ്ടയുണ്ട്, നമുക്ക് കാറുണ്ട്, ചെറിയ കാറുണ്ട്, വലിയ കാറുണ്ട്, ഇലക്ട്രിക് കാറുണ്ട്. നമുക്ക് നടക്കാനൊന്നും പറ്റാത്ത മനുഷ്യരാണ്. ആളുകൾ നടക്കുകയാണ്. ദുഃഖം വലുതാകുന്നത് ഹൃദയം ചെറുതാകുമ്പോഴാണ്. കാഴ്ചപ്പാട് തീരെ ചെറുതായിരിക്കുമ്പോൾ ദുഃഖം ഒത്തിരി വലുതായിട്ട് തോന്നും. അതുകൊണ്ടാണ് അബ്രഹാം കൂടാരത്തിനകത്ത് കൂനിപ്പിടിച്ചിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, പുറത്തേക്ക് ഇറങ്ങുക, ആകാശത്തിലേക്ക് നോക്ക്, നക്ഷത്രങ്ങളെ എണ്ണാമെങ്കിൽ എണ്ണ. യെശയ്യാവിലൂടെ ദൈവം പറയുന്നു, നിങ്ങൾ കണ്ണുയർത്തി മേലോട്ട് നോക്കുകയും നമ്മുടെ കാഴ്ചപ്പാടുകളെ വലുതാക്കണം. അതിന് ഒരു ചെറിയ ദുഃഖം കാരണമാകുന്നെങ്കിൽ ആ ദുഃഖം നല്ലതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ കാഴ്ചപ്പാടുകൾ വലുതാകുവാൻ ഒരു ദുഃഖം കാരണമാകുന്നുവെങ്കിൽ ആ ദുഃഖം നല്ലതാണ്. ദാവീദും മുറ്റത്തിറങ്ങി, മോശയും പ്രപഞ്ചത്തെ നോക്കി, യെശയ്യാവും മുകളിലേക്ക് നോക്കി. അദ്ദേഹം ഇങ്ങനെ എഴുതി, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ
മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. തുടർന്ന് ആ വാക്യങ്ങൾ അത്ഭുതകരമാണ്. നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. ദൈവം മനുഷ്യനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ദൈവം മനുഷ്യനെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചു, അണിയിച്ചു. നമ്മുടെ കുട്ടികളുടെ വിവാഹത്തിന് അണിയിക്കാൻ വേണ്ടി നമ്മൾ ആളുകളെ കൊണ്ടുവരാറുണ്ട്. നമ്മുടെ സാമ്പത്തികം, കല്യാണത്തിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് ഉള്ള ടീമുകളെ നമ്മൾ കൊണ്ടുവരും. അവർ നമ്മളെ നന്നായിട്ട് അണിയിച്ചൊരുക്കും. മനുഷ്യനെ അണിയിച്ചത് ദൈവമാണ്. എന്താണ് അണിയിച്ചത്? തേജസ്, അതിൻ്റെ കൂടെ ബഹുമാനം, ഗ്ലോറി ആൻഡ് ഓണർ. മനുഷ്യനെ ദൈവം തേജസ് അണിയിച്ചു. അതിൻ്റെ താഴെ പറയുന്നു, നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. ശ്രദ്ധിക്കൂ, ഈ പ്രപഞ്ചത്തിൽ ദൈവം കഴിഞ്ഞാൽ നെക്സ്റ്റ് പേഴ്സൺ മനുഷ്യന്. ആനയല്ല, കാണ്ടാമൃഗമല്ല, കഴുകനല്ല, കാട്ടുപോത്തല്ല, സിംഹമല്ല. ദൈവം കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ രണ്ടാമത്തെ പേഴ്സൺ മനുഷ്യനാണ്. നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. തേജസ്സാണ് ബഹുമാനം. ആ തേജസ് ദൈവീകമാണ്. ആ തേജസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് മൃഗങ്ങൾ ആധാർ കാർഡ് മേടിക്കാൻ വരുന്ന പോലെ ആദാമിൻ്റെ മുമ്പിൽ കൂടെ വന്നത്. ആദാം പേരിട്ടു. ആ പേരാണ് ഇപ്പോഴും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ആന. കഴിഞ്ഞ ദിവസം പിള്ളേർക്ക് പേരിടുന്ന കാര്യം സംസാരിച്ച ഒരു കുടുംബവുമായിട്ട് ഞാൻ ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ ചെറുപ്പക്കാരനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുക, ആദാം ഒരു സംഭവം തന്നെയാണ്. അല്ലേ? ഒന്ന് ഓർത്ത് നോക്കി. നമുക്കാകെ 2 പിള്ളേരുണ്ട്, അതിന് പേരിടാൻ നമ്മൾ എത്രയോ സമയം ചിലവഴിക്കുന്നു. ഏതെല്ലാം ബുക്കുകൾ തപ്പുന്നു, ഗൂഗിളിൽ തപ്പുന്നു, അർത്ഥം നോക്കുന്നു. ആദാം ഒരു സംഭവം തന്നെയാണ്, ഒരൊറ്റ ഇടിയിലാണ് സിംഹം. അതങ്ങനെ തന്നെ നിൽക്കുക എപ്പോഴും. ഈ പേരൊന്ന് ഇട്ട് കിട്ടിയിട്ട് വേണം പോകാൻ. മൃഗങ്ങളിങ്ങനെ നിൽക്കുക. തേജസ്സുള്ളിടത്തോളം ബഹുമാനമുണ്ട്. ഇതൊരു മെസ്സേജാണ്. നമ്മളൊരു മനുഷ്യനെ ബഹുമാനിക്കുന്നത് ദൈവം അവന് കൊടുത്ത കൃപയുടെ അടിസ്ഥാനത്തിലാണ്. വേറൊന്നുമില്ല. പണമല്ല ഒരാളെ ബഹുമാനത്തിന് യോഗ്യനാക്കുന്നത്. പണമുള്ളവരെ ആവശ്യമുണ്ട്, അവരൊക്കെ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടട്ടെ. പക്ഷെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് അവരുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപ നോക്കിയിട്ടാണ്. തേജസ്സും ബഹുമാനവും അണിയിച്ചു. അങ്ങനെ സകലത്തെയും അടക്കി വാഴാനുള്ള അധികാരം ദൈവം മനുഷ്യന് കൊടുത്തു. അത് ആ തേജസ് തന്നെയാണ്, അത് ദൈവീകമാണ്. എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? അതാണ് ദുരന്തം. അതാണ് ആദ്യ പാപം, ഫസ്റ്റ് സിൻ, മനുഷ്യൻ്റെ വീഴ്ച. ആഡംസ് ആപ്പിൾ എന്നൊക്കെ പറയുന്ന സംഭവം ഇതാണ്. അതിനോട് ആളുകൾക്ക് അത്ര യോജിപ്പെന്നുള്ള കഥയൊന്നുമല്ല.
ആ സ്റ്റോറിയൊന്നും സാധാരണക്കാർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ബൈബിൾ ഒരിക്കലും ഒരു കെട്ടുകഥയുടെ പുസ്തകമല്ല. ബൈബിൾ ഒരിക്കലും സങ്കല്പങ്ങൾ വിളമ്പുന്നില്ല, യാഥാർത്ഥ്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. ദൈവകൽപ്പന ലംഘിച്ചു. അവൻ തേജസ് നഷ്ടപ്പെട്ടവനായി തീർന്നു. ഇങ്ങനെ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ ദൈവം അവന് വേണ്ടി മറ്റൊരു പദ്ധതി ഒരുക്കി. ആ പദ്ധതിയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം. അതിലേക്ക് നമ്മൾ പോവുകയാണ്. മോശ പാടിയ പാട്ടിങ്ങനെ പോകുന്നു: നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളിച്ചെയ്യുന്നു. മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. ആരും, ഞാനും നിങ്ങളും, ഏത് സമുദായമാണെങ്കിലും ഓർക്കുക, മരണം കൊണ്ട് അവസാനിക്കാത്ത ഒരു ജീവൻ്റെ ഉടമയാണ് നിങ്ങൾ. സ്വർഗവും നരകമൊക്കെ അവിടെ നിൽക്കട്ടെ, മരണം കൊണ്ട് ജീവിതം തീരുന്നില്ല. ഇത് നിങ്ങൾ ഗൗരവമായി കേൾക്കണം. യേശു കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ദേഹത്തെ കൊല്ലുന്നവരെ പേടിക്കരുത്. ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും കൊന്ന് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ. അപ്പം ദേഹത്തെ കൊല്ലുന്നതാണ് ഒന്നാമത്തെ മരണം. രണ്ടാം മരണമുണ്ട്. അതാണ് തീപ്പൊയ്ക എന്ന് ബൈബിൾ വിളിക്കുന്ന അനുഭവം. ഇത് യുക്തിക്ക് നിരക്കുമോ എന്നുള്ളതല്ല വിഷയം, സത്യം അതാണ്. നമുക്ക് നിരക്കാത്ത എത്രയോ കാര്യങ്ങൾ നമ്മളിപ്പോൾ അംഗീകരിച്ചു, ഇല്ലേ? നമുക്ക് നിരക്കാത്ത, പിടികിട്ടാത്ത, മനസ്സിലാകാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ അനുസരിച്ചു. ഒരു സുപ്രഭാതത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു മാസ്ക് കെട്ടണമെന്ന്. നമ്മൾ കെട്ടിയല്ലോ. അതിൻ്റെ യുക്തി എനിക്ക് എന്ത് ചെയ്താൽ പിടികിട്ടുന്നില്ല. കാറിൻ്റെ ഡോർ അടച്ചിട്ട്, ചില്ലും അടച്ചിട്ട്, AC ഇട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ മാസ്ക് കെട്ടണമെന്ന് എന്നാ നിർബന്ധം? ഞാൻ ആ ദിവസങ്ങളിൽ കെട്ടാതെ ഒന്ന് നടന്നു. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇതൊന്ന് ചോദിക്കാമെന്ന് ഓർത്ത്. അപ്പോൾ പലരെന്നെ ഉപദേശിച്ചു, എന്തിനാ വെറുതെ വഴക്കിന് പോണേ, ഒന്നും കെട്ടിക്കൂ. അപ്പോൾ പിന്നെ കെട്ടി. അപ്പം നമുക്ക് യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ അനുസരിക്കേണ്ടി വരും. സ്നേഹിത, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടയാളാണെങ്കിലും മരണം കൊണ്ട് ജീവിതം തീരുന്നില്ല. അങ്ങനെയെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ? ഈ ജീവിച്ചിരിക്കുമ്പം, ഇവിടുന്ന് പോണതിന് മുമ്പ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരു ബോധം നമുക്ക് വേണ്ടേ? അതാണ് സുവിശേഷ യോഗത്തിൻ്റെ മുഖ്യ സന്ദേശം. അത് പറയാനാണ് ഞങ്ങൾ ഈ പാടെല്ലാം പെട്ടത്. അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാ സുവിശേഷകനെ വെച്ചിരിക്കുന്നത്? അപ്പോൾ പാപത്താൽ മരണം ലോകത്തിൽ കടന്നു. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ മരണത്തിന് അടിമയായി, പാപത്തിന് അടിമയായി, ശാപത്തിന് അടിമയായി തീർന്നു. തേജസ്സും ബഹുമാനവും അണിയിക്കപ്പെട്ട മനുഷ്യൻ എല്ലാം നഷ്ടപ്പെട്ടവനായി തീരുന്ന ചിത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. മനുഷ്യൻ ബലഹീനനായി തീർന്നു. ഈ മനുഷ്യനോട് ദൈവത്തിന് മനസ്സലിവും കരുണയും സ്നേഹവും തോന്നി. ദൈവം സ്നേഹം തന്നെ. തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ഉദ്ധരിക്കാൻ ദൈവമൊരുക്കിയ മാർഗമാണ് ദൈവപുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്. അതിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുകയാണ്. എബ്രായ ലേഖനത്തിൽ ആ കാര്യം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം, ഞാനിപ്പോൾ സങ്കീർത്തനത്തിൽ വായിച്ച അതേ ഭാഗം എബ്രായ ലേഖനത്തിൽ നിന്ന് ദേവദാസന്മാരിൽ ഒരാൾ മൈക്കിൽ കൂടെ വായിക്കും. 2-ാം അധ്യായം, എബ്രായ ലേഖനം 2-ാം അധ്യായം, അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ആദ്യമേ വായിക്കുന്നു. ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന്
അവൻ എന്തുമാത്രം. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ഈ വാക്യം ഒരു പൊതുവേദിയിൽ വിവരിക്കാൻ അത്ര എളുപ്പമുള്ളതല്ല. എങ്കിലും ഞാൻ അതിൻ്റെ എസൻസ് മാത്രം പറയട്ടെ. വല്ലാതെ ആനന്ദിപ്പിക്കുന്ന, നന്ദി കൊണ്ട് ഹൃദയം നിറയുന്ന ഒരു വാചകമാണ് 9-ാം വാക്യം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണമാസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു. യേശു എന്നെപ്പോലെ നിങ്ങളെപ്പോലെ താഴ്ചയുള്ള ഒരു ശരീരം സ്വീകരിച്ചു. അതിൻ്റെ കാരണം ദൈവകൃപയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ. ഈ വാക്യവും കൃപയാണ്. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട്, താഴ്ച വന്നതുകൊണ്ടാണ് മരണം അനുഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ കാതലായ ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. ദൈവപുത്രനായ യേശു മനുഷ്യനായി ഭൂമിയിലേക്ക് വരുന്നു. ഏറ്റവും ദരിദ്രനായ ഒരു മനുഷ്യനായിട്ട് അവൻ ഭൂമിയിലേക്ക് വരുന്നു. എങ്കിലും ദൈവകൃപയാൽ താഴ്ച വന്നവനായ യേശു. എങ്കിലും ദൈവകൃപയാൽ താഴ്ച വന്നവനായ യേശു. കൃപ മനുഷ്യനെ പറ്റിയുള്ള ദൈവീയ പദ്ധതിയുടെ വിശദീകരിക്കാൻ പറ്റാത്ത വാക്കാണ്. ദൈവത്തിൻ്റെ മഹാകൃപയാൽ യേശു മനുഷ്യവേഷമെടുത്തു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. യേശുവിനെ ഇന്ന് രാത്രി ശ്രദ്ധിച്ചു നോക്കുക. ബേത്ലഹേമിൽ നിങ്ങൾക്കവനെ കാണാം. മറിയയും ജോസഫും യേശുവിൻ്റെ ജനന സമയത്ത് ഒരു യാത്രയിലായിരുന്നു. അന്ന് ഔഗസ്തോസ് കൈസറിൻ്റെ കാലഘട്ടം. ലൂക്കോസ് ചരിത്രം എഴുതുമ്പോൾ 9 ചരിത്ര പുരുഷന്മാരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. ഹേരോദാവിൻ്റെ പേര് പറയുന്നുണ്ട്, പീലാത്തോസിൻ്റെ പേര് പറയുന്നുണ്ട്, ഹന്നാവിൻ്റെയും കയ്യപ്പാവിൻ്റെയും പേര് പറയുന്നുണ്ട്, ഔഗസ്തോസ് കൈസറുടെ പേര് പറയുന്നുണ്ട്. എന്താ കാര്യമെന്നറിയാമോ? ചരിത്രത്തോട് നീതി പുലർത്തുകയാണ്. അവരുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു ചരിത്രത്തിൻ്റെ ഭാഗമായി. നിത്യനായ ദൈവപുത്രൻ ചരിത്രത്തിൽ മനുഷ്യനായി അവതരിച്ചു. അതുകൊണ്ടാണ് അവരുടെ കാലത്ത് എന്ന് പറയുന്നത്. അപ്പോൾ യേശു ഭൂമിയിൽ ഒരു മനുഷ്യനായി അവതരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതാണ് ഏറ്റവും വലിയ ദൈവകൃപ. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാണ് ബേത്ലഹേമിൽ നിങ്ങൾ കാണുന്നത്. സ്തോത്രം. തിരുവെഴുത്തുകൾ ആ കാര്യം ഉറപ്പിച്ചു പറയുന്നു. ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ
നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഹല്ലേലൂയ. അതെ, ദൈവത്തിൻ്റെ സ്നേഹം പ്രത്യക്ഷമായ സ്ഥലമാണ് ബേത്ലഹേമിലെ ആ പുൽക്കൂട്. ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ബേത്ലഹേമിൽ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനൊരു മനുഷ്യനായി പിറന്നപ്പോൾ ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹമാണ് പ്രത്യക്ഷമായത്. എങ്കിലും ദൈവകൃപയാൽ ഒരു താഴ്ച വന്നവനായ യേശു, അവനെയാണ് ആ കാലിത്തൊഴുത്തിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹമാണ് യേശുക്രിസ്തുവിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തത്. തുടർന്ന് യേശുവിനെ ലോകത്തിലേക്ക് അയച്ചിട്ട് തുടർന്ന് എന്തു ചെയ്തു എന്ന് തിരുവെഴുത്തിലൂടെ ഓടിച്ചു നോക്കിയാൽ, യേശുവിൻ്റെ യൗവന സമയത്ത് യോഹന്നാൻ സ്നാപകൻ എന്ന പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ യേശു കർത്താവ് ലോകത്തിൽ വന്നത് മാനവവർഗത്തിൻ്റെ പാപം ചുമക്കുവാനാണ്. അത് ലോകത്തിൻ്റെ പാപമെന്ന് എടുത്തു പറഞ്ഞു. യഹൂദൻ്റെ, ക്രിസ്ത്യാനിയുടെ, കത്തോലിക്കരുടെ അങ്ങനെ പറഞ്ഞില്ല. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇങ്ങനെ ആരെക്കുറിച്ചെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ആരെക്കുറിച്ചെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ന് രാത്രി ഞങ്ങളും യോഹന്നാനോട് ചേർന്ന് പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ എന്ന് അന്ന് പറഞ്ഞത് അവൻ അടുത്തുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് രാത്രിയിലും തൃശൂർ പട്ടണത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, ഇതാ 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 ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു പാപം ചുമക്കുവാൻ വന്നു. വീണ്ടും ബൈബിളിന്റെ പേജുകളിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകട്ടെ. സുവിശേഷത്തിന്റെ കാതലായ ഭാഗം യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. വാക്യം ഒന്ന് വായിച്ചേര് ദൈവദാസനെ. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. പിതാവായ ദൈവം പുത്രന്റെ മേൽ പാപം ചുമത്തി. ഈ വാക്യം നിങ്ങൾ കേൾക്കുമ്പോൾ ഒന്നുകൂടി അകത്തേക്ക് കയറ്റണം. ദൈവം നിങ്ങൾക്ക് കോവിഡിന് ശേഷം ഒരു ചാൻസ് കൂടെ തന്നു. കുറച്ചുകൂടെ കച്ചവടം ചെയ്യാനല്ല, നിത്യതയെ കുറിച്ചൊരു വെളിച്ചം കിട്ടാനാണ്. പ്ലീസ് ലിസൺ. വാക്യം ഒന്നുകൂടെ വായിക്കൂ. 53:6. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. വീട്ടിൽ പോയി ബൈബിൾ എടുക്കണം. ഇല്ലെങ്കിൽ ഈ യോഗത്തിന്റെ സംഘാടകരോട് പറയണം, ഒരു ബൈബിൾ വാങ്ങണം, പൈസ കൊടുത്തു വാങ്ങണം, എന്നാലേ വിലയുണ്ടാവത്തുള്ളൂ. എന്നിട്ട് അതിൽ യെശയ്യാവ് എന്ന പുസ്തകം എടുക്കണം. 53-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവചനം വായിക്കണം. ആ വാക്യം ഇങ്ങനെയാണ്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. അതിനകത്ത് നിങ്ങൾ ആരെ കാണും? 1, നിങ്ങൾ നിങ്ങളെ കാണും. 2, നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരെ കാണും. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു.
എന്താണ് ആടിന്റെ പ്രത്യേകത? തെറ്റുക എന്നൊരു ഒറ്റ പടിയേ ഉള്ളൂ. എന്നും തെറ്റും, എപ്പോഴും തെറ്റും. ഉടമസ്ഥൻ കൂടെ നടന്നില്ല തെറ്റും, പിന്നെയും തെറ്റും. നാം എല്ലാവരും 100 വട്ടം തെറ്റിയവരാ. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന തെറ്റാത്ത ആരുമില്ല. തെറ്റു പറ്റാത്ത ഒരുവൻ അക്കരെ എത്തിക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞാനും ഇവിടെ നിൽക്കുന്നത്. ആ വാക്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ കാണാം, നിങ്ങളുടെ സ്നേഹിതരെ കാണാം. തീർന്നില്ല. ആ വാക്യത്തിൽ നിങ്ങൾക്ക് പിതാവായ ദൈവത്തെ കാണാം. ആ വാക്യത്തിൽ നിങ്ങൾക്ക് കർത്താവായ യേശുവിനെ കാണാം. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ യേശുവിന്റെ മേൽ ചുമത്തി. പറ്റുമോ പാസ്റ്ററെ? ഒരാളുടെ അകൃത്യം ഒരാൾക്ക് ചുമക്കാൻ പറ്റുമെന്നിരുന്നാലും 1,00,000 പേരുടെ അകൃത്യം, 1 കോടി പേരുടെ അകൃത്യം, 800 കോടി പേരുടെ അകൃത്യം, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന 1000 കോടി മനുഷ്യരുടെ അകൃത്യം, ഇനി ജനിക്കാൻ പോണ മനുഷ്യരുടെ അകൃത്യം ഒരാളുടെ മേൽ ചുമത്താൻ പറ്റുമോ? ഭൂമിയിലെ പൊടി നാഴിയിൽ കൊള്ളിക്കുന്നവനാണ് അവനെങ്കിലോ, പർവ്വതങ്ങളെ വെള്ളിക്കോല് കൊണ്ട് തൂക്കുന്നവനാണ് ഈ വന്നിരിക്കുന്നതെങ്കിലോ, സകലവും അവൻ മുഖാന്തരമുളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. അവൻ സൃഷ്ടാവാണെങ്കിൽ അവന്റെ മേൽ ചുമത്താൻ കഴിയില്ല എന്നാ എന്റെ ചോദ്യം. കഴിയും, ചുമത്താൻ കഴിയും, ചുമക്കാൻ കഴിയും, പാപത്തിന് പരിഹാരം വരുത്താനും കഴിയും. വാക്യം വായിക്കുന്ന കേട്ടോളൂ. എബ്രായർ 1:2. പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശയാക്കി വെച്ച് അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും. എന്തൊരു ഗംഭീര വചനങ്ങളാ ഇതൊക്കെ! സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട്. തൃശ്ശൂരിനെയല്ല, കേരളത്തെയല്ല, ഇന്ത്യയല്ല, ലോകത്തെ മുഴുവനും, പ്രപഞ്ചത്തെ മുഴുവനും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ് യേശു. അതുകൊണ്ട് നിന്റെ പാപവും ചുമക്കാൻ അവൻ ശക്തനാ. ഞങ്ങളുടെ വീട് ആലത്തൂരാ. പണ്ടൊക്കെ യാത്ര ഈ പ്രൈവറ്റ് ബസ്സില. ഈ ബസ് സ്റ്റാൻഡിലോട്ട് വരുമ്പോഴ ഈ കണ്ടക്ടർ ഒരു വിളിയുണ്ട്, ആരാ ശക്തൻ, ആരാ ശക്തൻ, ആരാ ശക്തൻ. ആദ്യകാലങ്ങളിൽ എനിക്കിതൊന്നും പിടികിട്ടുകയില്ലായിരുന്നു. പിന്നെ മനസ്സിലായി സ്ഥലത്തിൻ്റെ പേരായത്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുക, ആരാ ശക്തൻ, ആരാ ശക്തൻ? ആരാ ശക്തൻ? സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട്. സകലത്തെയും 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 തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം മഹിമയുടെ വലതുഭാഗത്ത് ഇന്ന് രാത്രി ഇരിക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാവ് പറഞ്ഞു പാപം ചുമത്തിയെന്ന്. പത്രോസ് പറയുന്നു പാപം ചുമന്നെന്ന്. പൗലോസ് പറയുന്നു പരിഹാരം വരുത്തിയെന്ന്. വായിപ്പിക്കാം, വചനം കേൾപ്പിക്കാം. വചനത്തിനാണ് ശക്തി. അത് നിങ്ങളുടെ അകത്ത് നിൽക്കും. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴോ സംസാരിച്ചുകൊണ്ടിരിക്കും. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ആമേൻ. യേശു പാപം ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. യേശു ചുമന്നത് പാപമാണ്.
എൻ്റെ പാപം, നിങ്ങളുടെ പാപം. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, എൻ്റെ പ്രസംഗം സ്പീഡായി പോയെങ്കിൽ ക്ഷമിക്കണം. സ്പീഡ് കുറയ്ക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. നിങ്ങൾ ഏറ്റവും ബലഹീന രോഗിയാണെങ്കിൽ, ശ്വാസം വലിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഈ പ്രസംഗം കേൾക്കണം. ഈ പ്രസംഗം കേൾക്കണം. അവൻ പാപം ചുമക്കാൻ വന്നവനാണ്. അവൻ എല്ലാവരുടെയും പാപം ചുമന്നു. പാപം ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. യേശു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്. പാപച്ചുമടെടുപ്പാൻ കുരിശതിൽ മരിപ്പാൻ തിരുമനസാൽ വന്നവനേ. പാപച്ചുമടെടുപ്പാൻ കുരിശതിൽ മരിപ്പാൻ തിരുമനസാൽ വന്നവനേ. മുഴുഹൃദയമോടെ പൂർണ്ണശക്തിയോടെ സ്തുതി ആരാധന അങ്ങേക്ക്. മുഴുഹൃദയമോടെ പൂർണ്ണശക്തിയോടെ സ്തുതി ആരാധന അങ്ങേക്ക്. പാപച്ചുമടെടുപ്പാൻ കുരിശതിൽ മരിപ്പാൻ തിരുമനസാൽ വന്നവനേ. പാപച്ചുമടെടുപ്പാൻ കുരിശതിൽ മരിപ്പാൻ തിരുമനസാൽ വന്നവനേ. മുഴുഹൃദയമോടെ പൂർണ്ണശക്തിയോടെ സ്തുതി ആരാധന അങ്ങേക്ക്. മുഴുഹൃദയമോടെ പൂർണ്ണശക്തിയോടെ സ്തുതി ആരാധന അങ്ങേക്ക്. സ്തുതി ആരാധന അങ്ങേക്ക്. സർവസ്തുതികൾക്കും സർവപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനേ. സർവസ്തുതികൾക്കും സർവപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനേ. സ്തുതിയാരാധന 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 അങ്ങേക്ക്. സ്തുതിയാരാധന 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 അങ്ങേക്ക്. തിരുദേഹമെന്ന തിരശീല ചിന്തി തിരുസന്നിധിയിൽ വരുവാൻ. തിരുദേഹമെന്ന തിരശീല ചിന്തി തിരുസന്നിധിയിൽ വരുവാൻ. എന്നെ യോഗ്യനാക്കി പ്രിയപുത്രനാക്കി സ്തുതി ആരാധന അങ്ങേക്ക്. എന്നെ യോഗ്യനാക്കി പ്രിയപുത്രനാക്കി സ്തുതി ആരാധന അങ്ങേക്ക്. സർവസ്തുതികൾക്കും സർവപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനേ. സർവസ്തുതികൾക്കും സർവപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനേ. സ്തുതിയാരാധന 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 അങ്ങേക്ക്. സ്തുതിയാരാധന 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 അങ്ങേക്ക്. ഹല്ലേലൂയ. പാപച്ചുമടെടുപ്പാൻ കുരിശതിൽ മരിപ്പാൻ തിരുമനസാൽ വന്നവനെ. മുഴുഹൃദയമോടെ പൂർണ്ണശക്തിയോടെ സ്തുതി ആരാധന
അങ്ങേക്ക്. സമർപ്പണത്തിൻ്റെ സമയമാണിത്. എങ്ങനെ നിങ്ങൾക്ക് പാപമോചനം പ്രാപിക്കാം? ബൈബിൾ ഓഫർ ചെയ്യുന്നത് കേവലം ഒരു മാപ്പല്ല, അതിനുമപ്പുറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഭാഷ കൊണ്ടത് വർണ്ണിക്കാൻ പറ്റത്തില്ല. ഒരു സംഭവം പറയാം, ശ്രദ്ധയോടെ കേൾക്കണം. അടുത്ത 5 മിനിറ്റ് അല്ലെങ്കിൽ കൂടിപ്പോയ 10 മിനിറ്റ്. കുരിശിൽ യേശു മരിക്കുമ്പോൾ അക്കാലത്തെ 2 ക്രിമിനലുകൾ ജാമ്യം കിട്ടാത്ത കേസിൽ, പ്രോസ്കോ പോലെയുള്ള രാജ്യദ്രോഹ കുറ്റം പോലെയുള്ള ഗുരുതരമായ കുറ്റത്തിൽപ്പെട്ട 2 പേര് യേശുവിൻ്റെ ഇടത്തും വലത്തും തൂങ്ങിക്കിടപ്പുണ്ട് കുരിശിൽ. ഇന്നത്തെ പോലെയുള്ള തൂക്ക് കയറല്ല. കുരിശിലെ മരണം ഒത്തിരി വൈകും, മരിക്കത്തില്ല. ക്രൂരമായ കൊലയാണത്. മരണവേദനപ്പെട്ട് കിടക്കുക, പക്ഷേ സംസാരിക്കാം. ശ്വാസം എടുത്ത് 2 പേരും യേശുവിനെ നിന്ദിച്ചു. നീ ദൈവപുത്രനല്ലേ, നിനക്കിറങ്ങാൻ മേലേ? യേശു മിണ്ടിയില്ല. എല്ലാത്തിനും മിണ്ടരുത്, എല്ലാത്തിനും മിണ്ടണ്ട സമയത്ത് മിണ്ടിയാൽ മതി. നീ ദൈവപുത്രനല്ലേ? അതെ. സംശയമുണ്ടോ എന്നൊന്നും ചോദിച്ചില്ല, മിണ്ടിയില്ല. നമ്മളൊക്കെയാണ് എപ്പം മിണ്ടിയെന്ന് ചോദിച്ചാൽ മതി. യേശു മിണ്ടിയില്ല. മിണ്ടാതിരിക്കാനും കൂടെ പഠിക്കണം ദൈവമക്കൾ. എല്ലാത്തിനൊന്നും പ്രതികരിക്കണ്ട. ഇങ്ങനെ പറയുന്നതിനിടയ്ക്ക് ഒരു മനുഷ്യൻ യേശുവിൻ്റെ ഒരു വാചകം ശ്രദ്ധിച്ചു: പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. എന്തോ ആ മനുഷ്യൻ്റെ ഉള്ളിൽ തട്ടി. അവൻ പെട്ടെന്ന് അവൻ്റെ സ്നേഹിതനോട് പറഞ്ഞു: സ്നേഹിത, നമ്മൾ കുറ്റം ചെയ്തിട്ടാണ് ഇവിടെ കിടക്കുന്നത്, ഇവൻ കുറ്റം ചെയ്യാത്തവനാ. അവൻ യേശുവിൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞു: യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണേ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ അവനെ കാണാൻ പോകാതിരിക്കട്ടെ. നിങ്ങൾക്ക് അവന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നതാണ്? ആപ്പിളാണോ, ഓറഞ്ചാണോ, ആപ്പിളിൻ്റെ വാച്ചാണോ, ആപ്പിളിൻ്റെ ഫോണാണോ, മേഴ്സിഡസ് ബെൻസാണോ? എന്തോ പുള്ളിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്? നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള വേദിയല്ലെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവനെ ആ തൂക്കുമരത്തിൽ നിന്ന് അഴിച്ചു വിടുക, അല്ലേ? ഒരു ഭൂമിയിലൊരു മനുഷ്യനെ ചെയ്യാവുന്ന, ഗവർണർക്കോ പ്രസിഡൻറ്റിനോ രാജാവിനോ ചെയ്യാൻ പറ്റുമായിരിക്കും, ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം എന്തുവാ? അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുക. യേശു കൊടുത്തത് എന്താണെന്നറിയാവോ? അതുക്ക് മീതയാണ്. അതെന്തുവാ? പർദീസ. പർദീസ ആർക്കുള്ളതാ? വിശുദ്ധന്മാർക്കുള്ളതാ. ഇവന് മാപ്പ് കൊടുത്താൽ മരത്തെ നിറക്കാം, പർദീസ കൊടുത്താൽ പ്രമോഷനാണ്. ക്രൂശ് നിങ്ങൾക്ക് തരുന്നതൊരു മാപ്പല്ല, പിന്നെയോ പുത്രത്വമാണ്. പുത്രത്വം. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ക്രൂശ് നിങ്ങൾക്ക് തരുന്നതൊരു മാപ്പല്ല, ദൈവ കുടുംബത്തിലേക്ക് വെൽക്കം ചെയ്യുകയാ. ഇന്ന് രാത്രി ഒരു മനുഷ്യൻ യേശുവിനായിട്ട് ഹൃദയം കൊടുത്താൽ ദൂതന്മാർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുക, നിന്റെ പേര് സ്വർഗത്തിൽ എഴുതുകയാ. അതിന് ഒരു മെഴുകുതിരി കത്തിക്കണ്ട, 1 കിലോമീറ്റർ നടക്കണ്ട, ആ ഇട്ട ഉടുപ്പും കൊണ്ട്, ആ ഉള്ള അവസ്ഥയിൽ ഇന്ന് രാത്രി കർത്താവിന്റെ അടുക്കിലേക്ക് വാ. കല്ലെറിഞ്ഞു കൊല്ലാൻ കൊണ്ടുവന്ന സ്ത്രീക്ക് നിരുപാധികം മാപ്പ്, രക്ഷ കൊടുക്കാമെങ്കിൽ, ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കാദിക്ക് നിരുപാധികം രക്ഷ കൊടുക്കാമെങ്കിൽ, കുരിശേ കിടന്ന കള്ളന് നിരുപാധികം പർദീസ കൊടുക്കാമെങ്കിൽ, തൃശൂർ ശക്തനിൽ ഇന്ന് രാത്രി നിനക്കും
സംതിങ് സ്പെഷ്യൽ. ഈ രാത്രി ദൈവം എന്തോ പ്രത്യേകാൽ വെച്ചിട്ടുണ്ട് നിനക്ക്. പ്രാപിക്കണം, പ്രാപിക്കണം, പ്രാപിക്കണം. Praise the Lord. അടിമാലി ചുരം കയറി ചെല്ലുമ്പോൾ ഒരു ബോർഡുണ്ട്. ടൈം ഈസ് പ്രഷ്യസ്, ലൈഫ് ഈസ് മോർ പ്രഷ്യസ്, ഡ്രൈവ് കെയർഫുള്ളി. ഞാൻ ഇന്ന് രാത്രി പറയുന്നു, ഇറ്റേണിറ്റി ഈസ് മോർ പ്രഷ്യസ്. കോവിഡിന് ശേഷം ജീവിക്കുന്നവർ കുറച്ചുകൂടെ കരുതലോടെ ജീവിക്കണം. കാരണം നിങ്ങൾക്ക് കിട്ടിയത് ഒരു സെക്കൻഡ് ചാൻസ് ആണ്. ഉത്തരവാദിത്വത്തോടെയാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. ദൈവവചനമായി ഇന്ന് രാത്രി പറയുന്നത്. കേട്ടില്ലെന്ന് പറയരുത്, തിരിഞ്ഞില്ലെന്ന് പറയരുത്, മനസ്സിലായില്ലെന്ന് പറയരുത്, എന്നോടാണെന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന് പറയരുത്. നിന്നോട് തന്നെയാ. സമർപ്പണത്തിന് സമയമാണ്. കണ്ണുകൾ അടയ്ക്കാം, എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. കാൽക്കരങ്ങൾ ഇരുമ്പാണികളാലേ, കാൽക്കരങ്ങൾ ഇരുമ്പാണികളാലേ പരനേ പരക്കുരിശിൽ ചേർത്തടിച്ചു. പരനേ പരക്കുരിശിൽ സ്വരൂപൻ തൂങ്ങിക്കിടക്കുന്നു. എനിക്കായി മരിച്ചു, 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 എനിക്കായി മരിച്ചു, മരിച്ചു, മരിച്ചു. ഒരിക്കൽ കൂടെ. കാൽക്കരങ്ങൾ ഇരുമ്പാണികളാലേ, കാൽക്കരങ്ങൾ ഇരുമ്പാണികളാലേ ചേർത്തടിച്ചു. പരനേ പരക്കുരിശിൽ ചേർത്തടിച്ചു. പരനേ മരക്കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു സ്നേഹസ്വരൂപൻ. തൂങ്ങിക്കിടക്കുന്നു സ്നേഹസ്വരൂപൻ. എനിക്കായി മരിച്ചു, മരിച്ചു, മരിച്ചു. എനിക്കായി മരിച്ചു, മരിച്ചു, മരിച്ചു. ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാം. ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ ഇവിടെ ആരും വലിയ പാട്ടുകാരൊന്നുമല്ല, സാധാരണ ഗായകരൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് പാടാം. എന്തു ഞാനേകിടും നിന്നോട് പേർക്കാൻ, എന്തു ഞാനേകിടും നിന്നോട് പേർക്കാൻ. ചിന്തിക്കുവിൻ വെറും ഞാനല്ലോ. ചിന്തിക്കുവിൻ വെറും ഒരിക്കൽ കൂടെ. എന്തു ഞാനേകിടും നിന്നോട് പേർക്കാൻ. എന്തു ഞാനേകിടും നിന്നോട് പേർക്കാൻ. ചിന്തിക്കുകിൽ വെറുതെ ഞാനല്ലോ. ചിന്തിക്കുകിൽ
സേവിക്കും, അങ്ങേ മാത്രം സേവിക്കും, സേവിക്കും, സേവിക്കും. ഒന്ന് ശ്രദ്ധിച്ചേ. കർത്താവേ, ഈ വചനം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇതിന് പകരമായിട്ട് എന്താ തരേണ്ടത്? എന്തു ഞാനേകിടും നിന്നോട് പേർക്കാം, എന്തു ഞാനേകിടും നിന്നോട് പേർക്കാം. ചിന്തിക്കുവിൽ വെറുമേ ഞാനല്ലോ, ചിന്തിക്കുവിൽ വെറുമേ ഞാനല്ലോ. ഒന്നുമെനിക്കിനി വേണ്ട ഈ പാരിൽ, ഒന്നുമെനിക്കിനി വേണ്ട ഈ പാരിൽ, ഒന്നുമെനിക്കിനി വേണ്ട ഈ പാരിൽ, ഒന്നുമെനിക്കിനി വേണ്ട ഈ പാരിൽ. അങ്ങേ മാത്രം സേവിക്കും, സേവിക്കും, സേവിക്കും. അങ്ങേ മാത്രം സേവിക്കും, സേവിക്കും, സേവിക്കും. ഇങ്ങനെ പറയാവോ? ഇങ്ങനെ പറയാവോ? ഞാൻ യേശുവിനായി എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. വലിയ അറിവൊന്നും വേണ്ട, വലിയ അറിവൊന്നും വേണ്ട. കോതമംഗലത്ത് ഒരു യോഗം നടക്കുമ്പോൾ പട്ടച്ചാരായം പെട്ടിക്കടകളിൽ കിട്ടുന്ന കാലമായിരുന്നു. അതിലൊരു ചെറിയ കുപ്പി കുടിച്ചേച്ച് ഒരു ഓപ്പൺ ജീപ്പയിലിരുന്ന് സുശേഷ പ്രസംഗം കേട്ട കുറിയാക്കോസ് എന്ന ഒഫീഷ്യൽ നെയിമും കുഞ്ഞെന്ന വീട്ടിൽ പേരുമുള്ള മനുഷ്യൻ പട്ടച്ചാരായം വയറ്റിലിട്ടുകൊണ്ട് ജീപ്പയിലിരുന്ന് കൈ ഉയർത്തി. കൺവെൻഷൻ പന്തലിൽ നിന്ന് ഞങ്ങൾ ആരും കണ്ടില്ല, സ്വർഗത്തിലെ തമ്പുരാൻ കണ്ടു. പിറ്റേ ദിവസം പട്ടച്ചാരായ പൊട്ടിച്ചപ്പോൾ കുടിക്കാൻ പറ്റുന്നില്ല, ഛർദ്ദിക്കാൻ വരിക. അവൻ പറഞ്ഞു, എനിക്കെന്തോ സംഭവിച്ചു, നിനക്ക് എന്നാ പറ്റിയേ? ഞാൻ ഇന്നലെ ആ പ്രസംഗം കേട്ടപ്പോൾ കൈപോക്കി, എങ്കിൽ ഉപദേശിയെ വിവരം അറിയിക്കേ. ആ കുടുംബം മരണക്കയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ കുടുംബം കുടിച്ചു മുടിയേണ്ടതായിരുന്നു. ഇന്ന് അവന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുക. ഇത് നിന്റെ രാത്രിയാ സുഹൃത്തെ. യേശുവിനായിട്ട് ജീവിതം കൊടുക്കാമോ? യേശുവിനായിട്ട് ജീവിതം, ജീവിതം, ജീവിതം. മെഴുകുതിരിയല്ല, മെഴുകുതിരി പോലെ നിന്റെ ജീവിതം കത്തിയെരിയാൻ ഇത് രാത്രി യേശുവിനെ വിട്ടുകൂടാ. തൃശ്ശൂർ ടൗൺ ഹാളിൽ ഞങ്ങൾ ഇതുപോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ കൊണ്ടുകൊടുത്തൊരു മനുഷ്യൻ മാർക്കറ്റിൽ നിന്ന് ഓടി വരുന്നു. ചെളി പിടിച്ച നോട്ട് 10,000 ഒരു കെട്ടാക്കി കെട്ടി എന്നെ കൊണ്ട് തന്നു. ബീഹാറിലെ വേലയെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നോട് പറയാ, ഇത് ബീഹാറിന് കൊടുത്തേക്കാം. ഞാൻ ചോദിച്ചു, ചേട്ടൻ ഇതൊന്ന് നിൽക്കുക, ഇച്ചിരി നേരം നിൽക്കി, പ്രാർത്ഥിച്ച് വിടാം. അയ്യോ, സവാള വിറ്റോണ്ടിരിക്കുന്ന ഇടയെന്നാ ഞാൻ വന്നത്. അതിനിടയിലും പ്രസംഗം കേൾക്കുക. ആ പുള്ളി എവിടെയെങ്കിലും ചെന്ന് വിശ്വാസത്തിൽ വന്നിട്ടുണ്ടാവും, അല്ലാതെ പോകത്തില്ല. കാരണം ഇത് ദൈവവചനമല്ലേ, ഇതൊരു ബിസിനസ് അല്ലല്ലോ, ഇത് ഞങ്ങളുടെ കച്ചവടമല്ല, ഇത് ദൈവത്തിന്റെ ബിസിനസ് ആണ്. ഇത് ദൈവത്തിന് നിങ്ങളോടുള്ള ഇടപാടാണ്. This is your night. നിന്റെ രാത്രി കളയരുത്. ആര് സമർപ്പിക്കും? എല്ലാ കണ്ണുകളും അടയട്ടെ. ഞാൻ എൻ്റെ ജീവിതം യേശുവിനായിട്ട് സമർപ്പിക്കുന്നു. സിമ്പിളായിട്ട് പറയുന്നവരെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ലജ്ജിക്കാതെ കൈ ഉയർത്തിപ്പിടിച്ച്, ലജ്ജിക്കാതെ കൈ ഉയർത്തിപ്പിടിച്ച്. എല്ലാ കണ്ണുകളും അടച്ചിട്ട് ആരും നോക്കല്ലേ പ്ലീസ്. ഈ കൈകളെല്ലാം കർത്താവ് കാണുന്നുണ്ട്. കർത്താവേ, അങ്ങ് അവരുടെ കയ്യെ തൊടണമേ. ഇപ്പോൾ നീ തൊടുന്നതിനായിട്ട് സ്തോത്രം. ഇപ്പോൾ നീ തൊടുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.